കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ജി സുരേഷ് എന്നാണ്. എൻ്റെ സ്വദേശം കരുനാഗപ്പള്ളി വള്ളിക്കാവ് ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ ജനിച്ചതും ആന്ധ്രയിലാണ്, വളർന്നത് കരുനാഗപ്പള്ളി വള്ളിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കർത്താവിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ കർത്താവ് വന്നതിന് ശേഷം ആ ദൈവവിളിയെക്കുറിച്ചും വന്നതിന് ശേഷമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ചും കർത്താവുമായിട്ടൊരു ബന്ധമില്ലാതിരുന്ന സമയത്തുള്ള എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പകൽക്കാലം ഞാൻ പങ്കുവെക്കുന്നത്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതായിരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് പകൽക്കാലം ഞാനിത് പറയുമ്പോൾ എൻ്റെ 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ വാത്സല്യ മാതാവ് ഈ ലോകത്തു നിന്നും മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം എൻ്റെ അച്ഛൻ ഇവിടെ കരുനാഗപ്പള്ളിയിൽ ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ കയ്യിലാണ് എന്നെ കൊണ്ടുവന്ന് കൊടുത്തത്. അവിടെയാണ് ഞാൻ നിന്ന് വളർന്നതും പഠിച്ചതൊക്കെയും. എന്നാൽ പിന്നത്തേതിൽ എൻ്റെ ജീവിതം ആരംഭിച്ചതിന് ശേഷം ഓർമ്മ ആയിടം തൊട്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും മാത്രമാണ് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ എൻ്റെ അമ്മ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ വേദനയിലൂടെ, വളരെ പ്രയാസത്തിലൂടെ, വളരെ പ്രതികൂലത്തിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതായ ആ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഈ ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും എനിക്ക് നാട് വിട്ടു പോകേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നു. എൻ്റെ ബന്ധുമിത്രാദികളൊക്കെയും എന്നെ വെറുക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. വസ്തുവകളൊക്കെ വീതിക്കുന്ന ഒരു സമയം വന്നപ്പോൾ അവർക്ക് വളരെ പ്രയാസങ്ങളും ഞാൻ അവർക്ക് വലിയൊരു ഭാരമായി തീരത്തക്ക നിലയിലുള്ള ഒരു വിഷയത്തിലേക്ക് വന്നു. അങ്ങനെ ആയപ്പോൾ അവരെന്നെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പല രീതിയിൽ അവരിൽ നിന്ന് പോലും പല പ്രശ്നങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഒത്തിരി പട്ടിണി എൻ്റെ ജീവിതത്തിൽ ഞാൻ കിടന്നിട്ടുണ്ട്. ആഹാരത്തിന് പോലും വളരെ ബുദ്ധിമുട്ടിയതായിരിക്കുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലർക്കും ഒരു സഹായിയായിരുന്നു ഞാൻ. ആ സഹായം ചെയ്യുമ്പോൾ, ജോലി പലർക്കും ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ശമ്പളമെന്ന് പറയുന്നത് ഭക്ഷണമാണ്. കാടിക്കലത്തിനകത്ത് കൈയിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് തിന്നതായിരിക്കുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഞാൻ വിഷമെടുത്ത് കഴിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നു. വിഷമെടുത്ത് കഴിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏകദേശം ഒരാഴ്ച ഐസിയുവിനകത്ത് അഡ്മിറ്റായിരുന്നു. ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകും എന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛനെ ആന്ധ്രയിൽ നിന്ന് വറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും എൻ്റെ അച്ഛനെ നാട്ടിലേക്ക് വരുത്തുകയും 16-ാമത്തെ വയസ്സിന് ശേഷമാണ് എൻ്റെ അച്ഛൻ ഈ നാട്ടിൽ വരുന്നത്. 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നെ നാട്ടിൽ കൊണ്ടുവന്ന് അച്ഛൻ്റെ സഹോദരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയി. 16-ാമത്തെ വയസ്സിന് ശേഷമാണ് എൻ്റെ വാത്സല്യ പിതാവിനെ കാണുന്നത്. അദ്ദേഹം വന്നു, അവിടെ നിന്നു, ഒരാഴ്ച അവിടെ നിന്നു. അതിനുശേഷം എന്നെ ഹൈദരാബാദിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഹൈദരാബാദിൽ ചെന്നവിടെ ചന്ദ്രൻ ലത എന്ന് പറയുന്നൊരു ഫാമിലിയുണ്ട്, എൻ്റെ ബന്ധുവാണ്. അവരുടെ അടുക്കലേക്കാണ് കടന്നു പോകുന്നത്. അവിടെ ചെന്ന് ഒരാഴ്ച അവിടെ നിന്നതിന് ശേഷം എൻ്റെ വാത്സല്യ പിതാവ് അവിടെ വെച്ച് മദ്യപിച്ച് വീണ്ടും അവിടെ വഴക്കുകളും പ്രശ്നങ്ങളുമായി. അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത്, മോനെ നിൻ്റെ അമ്മയെ ഈ മനുഷ്യൻ കൊന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അതിൻ്റെ ഇടയിൽ വെച്ചാണ് പറഞ്ഞത്, എന്തിനാണ് എൻ്റെ അമ്മയെ അങ്ങനെ ഉപദ്രവിച്ചു കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ ട്രെയിനകത്ത് വെച്ച് നിന്നെ തള്ളി താഴെയിടാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നാൽ ഞാൻ അത് ചെയ്തില്ല. എന്നാൽ ഹൈദരാബാദിൽ കൊണ്ടുവന്നിട്ട് നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, ഇനി എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാത്സല്യ പിതാവ് ഹൈദരാബാദിൽ നിന്നും കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചെട്ടികുളങ്ങരയിലുള്ള രാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നാട്ടിൽ പോയിട്ട് വന്നതാണ്. അദ്ദേഹം ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ കാണാനായിട്ട് അവിടെ വരികയും അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, ഈ ഇരിക്കുന്ന കൊച്ചൻ ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ അമ്മാവൻ്റെ മകനാണ്,
അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, രാജ, നിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ജോലിയുണ്ടോ, ഉണ്ടെങ്കിൽ ഈ പയ്യനൊരു ജോലി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹെൽപ്പറിൻ്റെ ജോലിക്കായിട്ട് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി ബിദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കടന്ന് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു ലെറ്റർ, ഹൈദരാബാദിൽ നിന്നൊരു ലെറ്റർ വന്ന് ഈ പ്രിയപ്പെട്ടവരും പറഞ്ഞു, ഇനി ഞങ്ങളെ തിരക്കി വരരുത്, ഞങ്ങളെ ഇനി ശല്യപ്പെടുത്തരുത് എന്ന് പറയുവാൻ തക്കനിടയായിത്തീർന്നു. അങ്ങനെ ജീവിതം ഒറ്റപ്പെട്ടതായിരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. ക്ഷേത്രങ്ങളെല്ലാം കയറി ഇറങ്ങി നടന്ന്, കുടുംബക്ഷേത്രങ്ങളുണ്ട്, അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നാൾ തുടർന്നു. എന്നാൽ ജീവിതത്തിൽ സമാധാനമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. വളരെ വേദനയും വളരെ പ്രയാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഹൈദരാബാദിൽ ചെന്ന് ബിദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും മദ്യപാനത്തിലേക്ക് ഞാൻ പോവുകയാണ്. കാരണം ചെറുപ്രായത്തിൽ മദ്യം, മയക്കുമരുന്നിലേക്കും ഈ ലഹരി ഉപയോഗത്തിലേക്കും ഞാൻ എന്ത് ചെയ്തു എത്തിപ്പെടുവാൻ്റെ കൊണ്ടും ഇടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്നും ഞാൻ ഹൈദരാബാദിൽ നിന്നും വീണ്ടും ഈ മദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥലം മാറ്റമായിട്ട് ഞാൻ അവിടെ വരികയാണ്. അവിടെ വരുന്ന സമയത്തും ഇതേപോലെ തന്നെ നാടും വീടുമായിട്ട് ബന്ധമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവരുമായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ വന്നപ്പോൾ മദ്യപാനം വളരെ അധികമായിട്ട് കൂടി. അങ്ങനെ എക്സ്റേ വെൽഡറായിരുന്നു ഞാൻ. അങ്ങനെ അവിടെ കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് എൻ്റെ കമ്പനിയിൽ ഒരു വെൽഡറിനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോവുകയും അദ്ദേഹം എന്നോട് ചോദിച്ചു, നാട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞ, നാട്ടിൽ എനിക്ക് ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് എൻ്റേത് എന്ന് പറയുവാനൊക്കെ ഇടയായിത്തീർന്നു. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് 2 മക്കളുണ്ട്, എന്നാൽ നീയും ഇന്ന് എൻ്റെ കൂടെ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒരു മോനായിട്ട് കാണുകയും വിശ്വസ്തയോടെ നിന്ന് ജോലി ചെയ്താൽ നിനക്ക് ഇവിടെ സ്ഥലം വാങ്ങി ഒരു കുടുംബമൊക്കെ ആകുവാൻ തക്കനിടയായി തീരും എന്ന് പറയുവാൻ തക്കനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അനിൽ മദ്യപാനിയായിരുന്നു. അദ്ദേഹവുമായിട്ട് ഞാൻ ചേർന്നിട്ട് വളരെ മദ്യപിക്കുവാൻ തക്കനിടയായി തീർന്നു. അതിങ്ങനെ അറിഞ്ഞിട്ട് എന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇനി ചെല്ലരുത് എന്ന് പറയുവാൻ തക്കനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മദ്യപാനം വളരെ വളരെ കൂടി വരിക. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഇതിന് ഒരു മാർഗവും കൂടെ ഉണ്ട്, നീ നോയമ്പ് നോക്കിയിട്ട് ഒന്നീ നീ ശബരിമലയ്ക്ക് പോകണം, അല്ലെങ്കിൽ നീ പഴനിക്ക് പോകണം, പോയി കഴിഞ്ഞാൽ ഇതിന് മാറ്റം വരും എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ മാലയിട്ടിട്ട് ഞാനങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നോയമ്പെല്ലാം പിടിച്ചു നിന്നു. വന്നതിന് ശേഷം ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം വീണ്ടും മദ്യപാനം ഡബിളായിട്ട് കൂടുവാൻ തക്കനിടയായി തീർന്നു. അത് കഴിഞ്ഞ് പഴനിയിലേക്ക് പോയി. അവിടെയും ചെന്ന് 1001 പടി ചവിട്ടിക്കഴിയുമ്പോൾ നിൻ്റെ വിഷയത്തിന് പരിഹാരം വരും എന്ന് പറയുവാൻ തക്കനിടയായി തീർന്നു. എന്നാൽ അവിടെയും ചെന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് മദ്യപാനം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2ാമത്തെ പ്രാവശ്യം മദ്രാസിൽ വെച്ച് ജീവിതം മടുത്തിട്ട് 2ാമത്തെ പ്രാവശ്യം ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുക. ജീവിതം മടുത്തു, ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി ഭൂമിയിൽ ജീവിക്കണ്ട, എനിക്ക് ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, ബന്ധുമിത്രാദികളില്ല, ആരും എനിക്ക് കൂടപ്പുറപ്പായിട്ട് ആരുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ഉറങ്ങുവാൻ പോലും കഴിയാത്ത അതായിരിക്കുന്ന ഒരു നിലയിലേക്ക് ഞാൻ വന്നു. രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല, കാരണം വീടി വലിച്ചാണ് നേരം വെളുപ്പിക്കുന്നത്. അങ്ങനെ വളരെ ലഹരിയിലേക്ക് പോകുവാണ്ടൊക്കെ തീർന്നു. അങ്ങനെ ഇരിക്കുന്നതായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ 2ാമത്തെ പ്രാവശ്യം മദ്രാസിൻ്റെ പട്ടണത്തിൽ വെച്ച് ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ആദ്യം ആത്മഹത്യയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു എൻ്റെ വീട്ടിൽ വെച്ച്, ഇവിടെ വള്ളിക്കാവ് വെച്ച്, കരുനാഗപ്പള്ളി വെച്ച് ഞാനത് ശ്രമിച്ചു, നടന്നില്ല. ദൈവം എന്നെ അതിനകത്തുനിന്ന് വിടിവിച്ചു. 2ാമത്തെ പ്രാവശ്യം മദ്രാസിൽ വെച്ച് ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ എങ്ങനെ ട്രെയിൻ പാളത്തിലെങ്കിലും തലവെച്ച് ചത്ത് കളയാം എന്ന് പറഞ്ഞ് പാടിയിൽ കൊരട്ടൂരെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരാളൊഴിഞ്ഞതായിരിക്കുന്ന ഒരു ഭാഗമാണ്, അവിടെ പോയിട്ട് ചത്ത് കളയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ദൂരം നടന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത എനിക്ക് വന്നു. കാരണം ഇത്രയും നാൾ എനിക്ക് ആഹാരം തന്ന് കുറച്ച് നാളാണെങ്കിൽ എന്നെ ഒരു മകനെപ്പോലെ എന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തായിരിക്കും ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ അച്ഛനെ കണ്ട് ഒരു നന്ദി വാക്കും കൂടെ പറഞ്ഞ, അച്ഛാ ഇനി ഞാനും അച്ഛനായിട്ട് ഇനി ഒരിക്കലും കാണത്തില്ല, ഒരു വാക്ക് പറഞ്ഞിട്ട് പോരാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു 6:30 മണിയായപ്പോഴത്തേക്ക് ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുക. അവിടെ കടന്നു ചെല്ലുമ്പോൾ കണ്ടത് 3 വ്യക്തികൾ അവിടെ ഇരിപ്പുണ്ട്. അവർ സുവിശേഷ പ്രവർത്തകരാണ്, അവർ ട്രാക്റ്റ് കൊടുക്കുന്നവരാണ്. അതിനകത്ത് രമേശ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഹരിപ്പാടുകാരനാണ്. അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിരുന്നു.
ഇവൻ ആത്മഹത്യയ്ക്ക് വേണ്ടി പോയതാ, ഇവനെ ഞാൻ മടക്കി കൊണ്ടുവരിക, എന്നെക്കുറിച്ച് ഇവനോട് പറയണം എന്ന് പറയുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. അദ്ദേഹം ഒരു ട്രാക്റ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്ന് ആ ട്രാക്റ്റ് ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ പാപത്തിൻ്റെ ശമ്പളം മരണമെന്നും ഒരു പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ, മറന്നാലും ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല, എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കും, പെട്ടെന്ന് അത് ടച്ച് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ പെട്ടെന്ന് ആ മനുഷ്യൻ വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, സഹോദര, ആത്മഹത്യ ജീവിതത്തിലെ വിഷയത്തിന് അത് പരിഹാരമാകുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഷോക്കടിക്കുന്ന പോലായി. കാരണം ഞാൻ പ്ലാൻ ചെയ്ത കാര്യം ഇദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് ഞാൻ താമസിക്കുന്ന മണ്ണൂർപേട്ടയിൽ ആ ഒരു കൊച്ചു റൂമിലേക്ക് വരികയാണ്. ഇവർ 3 പേരും കൂടെ അവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അന്ന് രാത്രിയിൽ അവരവിടുന്ന് മടങ്ങുക. ആ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് എന്തോ എൻ്റെ ശരീരത്തു നിന്ന് ഇങ്ങനെ കെട്ടഴിഞ്ഞ് പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. അതിനുശേഷം എനിക്ക് മദ്യപിക്കാനോ എനിക്ക് സ്മോക്ക് ചെയ്യാനോ എനിക്ക് തോന്നിയില്ല. പിറ്റേ ദിവസം അതേപോലെ തന്നെ 6:30 ആയപ്പോഴത്തേക്ക് അതിനകത്ത് 2 പേര്, സജി എന്ന് പറയുന്ന ഒരു അച്ചായനും തോമസ് എന്ന് പറയുന്ന ഒരു അച്ചായനും എൻ്റെ മണ്ണൂർപേട്ടയിൽ ആ റൂമിലേക്ക് കടന്നു വരുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. അവിടെ വന്നു എന്നോട് സുവിശേഷം പറഞ്ഞു, യേശുവിനെക്കുറിച്ച് അവരുടെ അനുഭവങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം അത്രയും നേരം എന്നോട് അവർ സമയം ചെലവഴിച്ചു. 6:30 വന്ന് ഒരു 8:30 വരെ അവരെൻ്റെ അടുക്കൽ സമയം ചെലവഴിക്കുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. പെട്ടെന്ന് ടച്ച് ചെയ്തു. കാരണം ഇന്നലെ കണ്ട് പരിചയപ്പെട്ടതാണ്. ഇവർ എന്നെ എന്തിനിങ്ങനെ സ്നേഹിക്കണം, എന്നെ എന്തിന് ഇങ്ങനെ തലോടണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഫീൽ ചെയ്യുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം എന്നോട് പറയുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ അവർ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അവരെന്നോട് പറഞ്ഞതിന് ശേഷം ആ രാത്രിയിൽ അവരെന്നോട് പറഞ്ഞു, വാത്സല്യ സഹോദര, 2 വഴിയാണ് നിൻ്റെ മുന്നിലുള്ളത്. ഈ സമാധാനവും സ്വസ്ഥതയും തരാത്തതായിരിക്കുന്ന ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന വഴി, 2 സമാധാനവും സ്വസ്ഥതയും നൽകി നിന്നെ കൈപിടിച്ച് നടത്തുന്ന യേശുവിൻ്റെ വഴി. ഇന്ന് രാത്രി നീ തീരുമാനിക്കണം ഏതാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ 3/11/2000 8:15 രാത്രി 8:15 കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് എനിക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗം എന്നെ സഹായിച്ചു. അതിനുശേഷം ഇവർ എന്നെ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഞായറാഴ്ച ചർച്ചിലേക്ക് ചെന്നു. ചർച്ചിൽ ചെന്നപ്പോൾ എല്ലാവരും കൈകൊട്ടി പാടുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ ചർച്ചിനടുത്ത് താമസിക്കുന്ന ഒരു അച്ഛൻ, തോമസ് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹം ഒരു ബൈബിൾ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, വാത്സല്യ ബ്രദർ, ഇത് നിന്നോട് സംസാരിക്കും, തങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിരിച്ച്, ഈ പുസ്തകത്തിന് എന്താണ് പ്രത്യേകത? എന്നാൽ ഞാൻ ആ പുസ്തകം തുറന്നപ്പോൾ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലാണ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് എന്നോട് ഇടപെട്ടത്. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ കരയുവാൻ തക്ക ഇടയായിത്തീർന്നു. ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ. ആ സഭയുടെ പാസ്റ്റർ പെട്ടെന്ന് എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, സഹോദര, നിനക്കുണ്ടായിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാൻ അറിയത്തില്ല, എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. ദൈവം എന്നോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ കൽപ്പാക്കത്തിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ ഇന്ദിരാഗാന്ധി ആക്ടോമൈറ്റ് പവർ സ്റ്റേഷൻ അണുമൽ നിലയത്തിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല പ്രവാചകന്മാരും പ്രവാചകന്മാരിൽ കൂടെയൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്ന് എന്നോട് ഇടപെടുവാൻ തക്ക ഇടയായിത്തീർന്നു. എന്നാൽ അവരെല്ലാം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ വാക്കുകൾക്കൊന്നും ചെവി കൊടുത്തില്ല. കാരണം ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ റെൻ്റ് ആര് കൊടുക്കും, എൻ്റെ ചിലവ് ആര് നോക്കും? അങ്ങനെ ഞാൻ അവരോട് പറയുവാൻ തക്കണം ഇടയായിത്തീർന്നു. എന്നാൽ അവർ പറഞ്ഞു, കുഴപ്പമില്ല സഹോദര, നീ പ്രാർത്ഥിക്കുക. ഞാനങ്ങനെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിൻ്റെ വേല ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനോട് സംസാരിക്കണം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കണം ഇടയായിത്തീർന്നു. ആ 2002-ലാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ദർശനം എന്നെ കാണിക്കുകയാണ്. കാരണം ആ ദർശനത്തിലൂടെയാണ് ദൈവശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് വരുന്നത്. കാരണം ഇങ്ങനെ കലപ്പയ്ക്ക് കൈ പിടിച്ചിട്ട് പുറന്നോട്ട് തിരിഞ്ഞു നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന ആ ദൈവശബ്ദമാണ് എനിക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ഏപ്രിൽ 15-ാം തീയതി 2021 ഏപ്രിൽ 15-ാം തീയതി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം സ്വർഗമിടയാക്കി.
പിന്നീട് ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴൊക്കെയും ഞാൻ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ സത്യത്തിൽ നിന്നും പിന്മാറിപ്പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് ഞാൻ കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ പാലോട് പെരിങ്ങമല തെന്നൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് ഇരിക്കുന്നു. 18 വർഷമായി കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാനും ദൈവത്തിൻ്റെ വേല ചെയ്യുവാനൊക്കെയും കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഇപ്പോൾ ഞാൻ ഈ തെന്നൂരെന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ബഥേൽ വർഷിപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ചർച്ചിൻ്റെ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനിവിടെ ആയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ അനുഭവം ഞാനിവിടെ പങ്കുവെക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും മദ്യപാനമോ ലഹരിപരമായിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ വിടുവിച്ചതായിരിക്കുന്ന യേശു നിങ്ങളെ വിടുവിപ്പാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. എനിക്ക് ഒരു ദിവസം 1 പൈൻറ്റും 5 പാക്കറ്റ് സിഗരറ്റും എനിക്ക് വേണമായിരുന്നു. എന്നാൽ യേശു ജീവനുള്ള ദൈവം ആണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് ജീവനുള്ള ദൈവമെങ്കിൽ ഇനി ഞാൻ മദ്യപിക്കരുത്, ദുർശീലത്തിലേക്ക് പോകരുത് എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാണ്ടൊക്കെ ഇടയായിത്തീർന്നു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവസാന്നിധ്യം, ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു ദൈവസാന്നിധ്യം എൻ്റെ ശരീരത്തിലേക്ക് വരികയും ഒരു ദൈവശബ്ദം അതിനകത്തൂടെ എനിക്ക് കേൾക്കുവാണ്ടൊക്കെ ഇടയായിത്തീർന്നു. ഞാൻ നിന്നെ ഇപ്പോൾ ശുദ്ധീകരിച്ചിരിക്കുന്നു, ശുദ്ധീകരിച്ച് ഞാൻ ഇപ്പോൾ നിന്നെ എനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനുശേഷം ഇന്ന് വരെ 10-20 വർഷമാകുന്നു. ഇതുവരെയും മദ്യപാനത്തിലും സ്മോക്കിങ്ങിലൊന്നും പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇതുവരെയും കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നു. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ സകല വിഷയത്തിനും പരിഹാരം തരാൻ ദൈവത്തിന് കഴിയും. എൻ്റെ ജീവിതം സമാധാനമില്ലായിരുന്നു. ക്ഷേത്രങ്ങൾ കയറിയിറങ്ങി ഞാൻ നേർച്ചകളും കാഴ്ചകളും നടത്തി, പൂജകൾ നടത്തി. കുടുംബക്ഷേത്രമുണ്ടായിരുന്നു, അവിടെല്ലാം പൂജകൾ നടത്തി, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് എൻ്റെ ഉള്ളിൽ വരുന്ന ചിന്ത ഇതായിരുന്നു, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും എൻ്റെ ഉള്ളിൽ കടന്നു വരുമായിരുന്നു. എന്നാൽ ജീവനുള്ള ദൈവമായിരിക്കുന്ന യേശു എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്തതായിരിക്കും സന്തോഷം എനിക്ക് ലഭിച്ചു, സമാധാനം എനിക്ക് ലഭിച്ചു. ഒരു മനുഷ്യനായി തീർന്നത് യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ്, യേശുവിൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാനൊരു മനുഷ്യനായിട്ട് തീർന്നത്. അങ്ങനെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ ഇന്നും യേശുവിൻ്റെ കരം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, കട്ടതയിലൂടെ പോകുന്നവർക്ക് വേണ്ടി ഇന്നത് കേൾക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വിഷയത്തിൻ്റെ നടുവിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആത്മഹത്യയിൽ നിന്നും വിടുവിക്കുവാൻ യേശുവിനെ കൊണ്ട് കഴിയും. ജീവിതത്തിൽ 2 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചതാണ് ഞാൻ, ആത്മഹത്യ ചെയ്തതാണ്. എന്നാൽ ആ ജീവൻ യേശു എനിക്ക് തിരികെ തന്നു. ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് എന്നെ നശിപ്പിക്കാതെ ഇന്നും ഞാൻ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഇന്നും നിൽക്കുവാണ്ടൊക്കെ ദൈവം എനിക്ക് കൃപ തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക. അതുകൊണ്ട് ദൈവം എന്നെ വിളിച്ചിറക്കി ഇതുവരെയും കർത്താവിൻ്റെ വേലയിൽ തുടരുവാണ്ടൊക്കെ സ്വർഗം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ വന്നതായിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിലെല്ലാം ദൈവത്തിൻ്റെ കരം, ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വിഷയത്തിന് പരിഹാരം തരാൻ യേശുവിനെ കൊണ്ട് കഴിയും. എൻ്റെ ജീവിതം മാറ്റിയത് യേശുവാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തിയത് യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. എല്ലാ വ്യക്തി ജീവിതങ്ങളും എന്നെ വെറുത്തതാണ്. എല്ലാവർക്കും എന്നെ കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പുമായിരുന്നു. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു, എൻ്റെ ജീവിത രീതികൾക്ക് വ്യത്യാസം വന്നു. മദ്യപിച്ച് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന പതിവായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ
അതിനെല്ലാം വ്യത്യാസം വരുത്തി ദൈവം ഇതുവരെയും എന്നെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വിഷയത്തിന് പരിഹാരം തരാൻ യേശുവിനെ കൊണ്ട് കഴിയും. അതേപോലെ തന്നെ ഒരു രോഗം എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപാനവും സ്മോക്കിങ്ങും കാരണം ബ്രൈവറൈറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗം ശ്വാസകോശത്തിനകത്ത് ശ്വാസകോശം ചുരുങ്ങി പോകുന്നൊരവസ്ഥ, ദ്രവിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വന്ന് ഡോക്ടർമാർ പറഞ്ഞ്, സഹോദരാ നീ ലോകത്തുനിന്ന് മാറ്റപ്പെടും, രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്. ഒരു പുതിയ ശ്വാസകോശം ദൈവം എൻ്റെ ഉള്ളിൽ വെച്ചുപിടിപ്പിച്ചു. അങ്ങനെ ഇന്നും വൈദ്യശാസ്ത്രത്തിന് പറ്റാത്തത് ദൈവത്തെ കൊണ്ട് ചെയ്യുവാൻ കഴിയും. അങ്ങനെ പുതിയ ജീവൻ തന്നത് എൻ്റെ യേശുവാണ്. ജീവിതത്തിൽ വേദനയിലൂടെയും കഷ്ടതയിലൂടെയും ഒക്കെ കടന്നുപോയ സാഹചര്യത്തിലൊക്കെയും യേശുവിൻ്റെ കരം, യേശുവിൻ്റെ സാന്നിധ്യം എന്നിലേക്ക് വന്നപ്പോഴാണ് ഒരു മനുഷ്യനായി ഞാൻ തീർന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് ഞാൻ പങ്കുവെക്കുന്നത്, ആരെങ്കിലും ഇത് കേട്ടിട്ട് നിങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായിരിക്കുന്ന യേശുവേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണം. അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടി, എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവിനെ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ ഏറ്റുചൊല്ലുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവ് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.